സർ, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു വി.ഡി. സതീശനാണ് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാക്ക മലർന്നു പറക്കും, യു.ഡി.എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹം ഇപ്പൊ മറന്നിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ നിങ്ങൾ അതിന്റെ വാക്കിന്റെ അർത്ഥത്തിൽ എടുക്കുന്നത് ഒരു പരമാബദ്ധമാണ്. വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും ദീർഘകാല ലക്ഷ്യങ്ങൾ വെച്ച് അതിനുതകുന്ന തരത്തിലുള്ള ചില നരേറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ്. ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ പരാജയത്തിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ പിണറായി ആണെങ്കിൽ രണ്ടാമത്തെ കാരണം വെള്ളാപ്പള്ളി നടേശനാണ്. യാതൊരു സംശയവുമില്ല. ജനങ്ങൾക്കിടയിൽ വർഗീയ വിഷം കുത്തിവെച്ച് ജനങ്ങളെ വിഭജിപ്പിച്ച് ആ രൂപത്തിൽ LDFന്റെ വേണ്ടിയാണ്, പിണറായി വിജയന് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയന് വേണ്ടിയില്ല. അത് മനസ്സിലാക്കാൻ പിണറായി വിജയനോ CPM തയ്യാറായില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, ഇദ്ദേഹം മലപ്പുറത്തെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച്, ലീഗിനെ കുറിച്ച്, അതുപോലെയുള്ള വളരെ വംശീയമായ പരാമർശങ്ങൾ പറയുക. എന്നിട്ട് ചില പൊട്ടൻ CPM നേതാക്കന്മാർ അത് ഏറ്റുപിടിക്കുക. സജി ചെറിയാനും AK ബാലനും വിജയരാഘവനെ പോലുള്ള ആളുകൾ അത് ഏറ്റുപിടിക്കുക. എന്നിട്ട് അയാൾ പറഞ്ഞ് ശരിയല്ലേ എന്ന് പറയുക. ഇത് ഈ ഗവൺമെന്റിന്റെ ഈ പരാജയത്തിന്, LDFന്റെ പരാജയത്തിന് പ്രധാന കാരണങ്ങളിലൊന്നായി എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന് ഒരു പ്രാവശ്യം പോലും തള്ളിപ്പറയാൻ തയ്യാറാവുക. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് പോലും വരിക, ഒരു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മലപ്പുറത്ത്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് CPMകാർക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പറയുമ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ അതാണ് CPMന്റെ കുഴപ്പം. ഒരാൾ പിണറായി വിജയൻ മഹാനാണെന്ന് പറഞ്ഞ് എന്ത് തെമ്മാടിത്തരവും പറയാം. അങ്ങനെയല്ല പാർട്ടി പൊളിറ്റിക്സ് അല്ലേ നോക്കണ്ടേ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പൊളിറ്റിക്സ്, അയ്യപ്പ സംഗമം പോലുള്ള ഒരു പരിപാടി, അലവലാതി പരിപാടി നടത്തിയിട്ട് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടും എന്ന അന്ധവിശ്വാസത്തിൽ പോയ അത് ചെയ്യിച്ചൊരു ഒരു വെള്ളാപ്പള്ളി നടേശനുണ്ട്. ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളുടെ ലക്ഷ്യം എന്താണ്? വെള്ളാപ്പള്ളി ആരുടെ ഏജന്റാണ്? പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി കേരളത്തിൽ സംഘപരിവാറിന്റെ ഏജന്റാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ? അന്തിമമായി അദ്ദേഹം കണക്കാക്കുന്നത് കേരളത്തിലെ LDFന്റെ പിന്നോക്ക ഹിന്ദു വോട്ടർ BJPയിലേക്ക് കടത്തി കൊടുക്കുക. മതിലിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ മകൻ നിൽക്കുന്നുണ്ട്. ഈ മകനിൽ എത്തിച്ചു കൊടുക്കുക.